2010 തൊട്ടുള്ള വണ്ടികൾക്ക് നമ്മൾ 1 month ഫ്രീ വാറന്റി കൊടുക്കും. ഈ ഫസ്റ്റ് ഓണർ ആണ്, പെട്രോൾ ആണ് വരുന്ന, വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ആ കാണുന്ന 2 കാറുകളും ഇന്ന് രാവിലെ വന്ന കസ്റ്റമർ ആണ്. ആ 2 കാറും ഡെലിവറി ആണ് ഇപ്പൊ തന്നെ. നല്ല ഐക്കാച്ചി ആയിട്ടുള്ള ഡിസൈൻ ആണ് അല്ലേ? ഡിസൈനും കളറും. അതെ, ഞങ്ങൾ യാർഡിൽ വന്നപ്പോ ഫസ്റ്റ് കണ്ടത് ഈ വണ്ടിയാ. നല്ല ലുക്കാ വണ്ടി. ടോട്ടൽ 7 സിറ്റി കിടപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരുവിധം ജനറേഷൻസ് ഒക്കെ ഉണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു യൂസ്ഡ് കാസിന്റെ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പേ Cars24 ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരുപാടധികം പുതിയ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 lakhs പ്ലസ് ഉള്ള കാറുകളുടെ വീഡിയോസ് ആയിരിക്കും മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ ബജറ്റ് കാർസും അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ കാണിക്കുന്നുണ്ടാവും. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 10 lakhs പ്ലസിന്റെ കാർസുകളായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവർക്കായിട്ടാണ്, Cars24 കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് കാറിന്റെ ഡീലർ ആണ് Cars24. അതിൽ തന്നെ കൊച്ചിയിലെ ഈ യാർഡ്, കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തുള്ള യാർഡ് എന്ന് പറയുന്നത് ഏകദേശം 200+ കാർസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം അത്രമാത്രം കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പല റേഞ്ചിലും പല അഫോർഡബിൾ ആയിട്ടുള്ളതും പ്രീമിയം ആയിട്ടുള്ള കാറുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ രോഹിത്തിനെ പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ രോഹിത് എന്നുണ്ട്. ഹലോ ബ്രോ. ഹലോ. ലാസ്റ്റ് വീഡിയോയിൽ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നും നമ്മളെ സഹായിക്കാൻ രോഹിത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്ലാവിയെന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓക്കെ, ഇതൊരു 2022 മോഡല് സ്ലാവിയാണ്. സ്റ്റൈൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. TSG ആണ് വരുന്നത്. 1.5 ലിറ്റർ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആകെ 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ 4000 പുതിയ വണ്ടി. അതെ അതെ, വേറെ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. 1.5 ലിറ്റർ TSI ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് എല്ലാം കൊണ്ട് ടോപ്പ് മോഡൽ ആണ് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 18 lakh ആണ്. 18.83 വരും. ഇപ്പൊ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് 17,17,000 രൂപയ്ക്ക് വണ്ടി അവൈലബിൾ ആണ്. ലാസ്റ്റ് പ്രൈസ് ആണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. ഇത്രയും പ്രൈസ് പറഞ്ഞു നോക്കുവാണെങ്കിൽ അത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഉള്ളിൽ ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് ഉള്ളിൽ കംപ്ലീറ്റ്ലി ഒരു പുതിയ വണ്ടിയുടെ, അതെ അതെ, പുതിയൊരു വണ്ടിയുടെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സ്റ്റൈൽ ഇന്റീരിയർ ആണ്. ഒരു ഗോൾഡൻ പ്ലേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലെ നോബ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും നല്ലൊരു പ്രീമിയം ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതെ, പിന്നെ സൺറൂഫ് എല്ലാം ഉണ്ട്. നല്ലൊരു ഇതാണ്. പിന്നെ സീറ്റ് വെന്റിലേഷൻ മോഡ് അവൈലബിൾ ആണ്. സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. യെസ്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്. നല്ല കംഫർട്ട് ആണ്. അതെ അതെ അതെ, നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണിത്. എടുക്കുന്ന ആൾക്ക് എന്തായാലും നല്ല ഡീലാണ്. നല്ല ഐക്കാച്ചി ആയിട്ടുള്ള ഡിസൈൻ ആണ് അല്ലേ? ഡിസൈനും കളറും. അതെ, ഞങ്ങൾ ഇവിടെ യാർഡിൽ വന്നപ്പോ ഫസ്റ്റ് കണ്ടത് ഈ വണ്ടിയാ. നല്ല ലുക്കാ വണ്ടി കാണാൻ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പൊ ഈ റാപ്പിഡിന്റെ വിശേഷം എന്ന് പറയാമോ? ഓക്കെ, ഇതൊരു 2021 മോഡലാണ്. സ്കോഡ റാപ്പിഡ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് സ്ലാവി ആയിരുന്നു. ഇത് റാപ്പിഡ് ആണ് വരുന്നത്. ഇത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2021 വണ്ടി. ആംബിഷൻ 80 TSI ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഫ്ലഡ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അധികം വെയിലൊന്നും കൊണ്ട് ഫീഡ് ആയിട്ടില്ല. അതെ അതെ. പിന്നെ ആകെ ഒരു ഇംപെർഫെക്ഷൻ പറയുന്നത് നമ്മുടെ സീറ്റിന്റെ ഒരു ചെറിയ ഒരു ക്രാക്ക്, സീറ്റ് കീറിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വണ്ടിപരമായിട്ട് വേറെ പ്രശ്നം നമ്മുടെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇവിടുത്തെ ആസ്കിംഗ് പ്രൈസ്, ശരിക്കുള്ള പ്രൈസ് 10,85,000 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 10,15,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക. 10,15,000 ഉണ്ടെങ്കിൽ ഈ റാപ്പിഡ് നിങ്ങൾക്ക് സ്വന്തം. റാപ്പിഡ്, അതെ. അടുത്ത വണ്ടിയിലേക്ക്. അപ്പൊ നമ്മുടെ ഫോക്സ് വാഗന്റെ വെന്റോ കിടപ്പുണ്ട്. റാപ്പിഡ് കഴിഞ്ഞു, സ്കോഡ കഴിഞ്ഞു, ഫോക്സ് വാഗൻ കിടക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇതൊരു 2020 വെന്റോ ആണ്. ഹൈലൈൻ പ്ലസ് ആണ്. 1 ലിറ്റർ TSI ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഫസ്റ്റ് ഓണർ ആണ്. പെട്രോൾ ആണ് വരുന്നത്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. വെന്റോന്റെ ലൈറ്റ് കണ്ടറിയാൻ പറ്റുമായിരിക്കുമല്ലോ. ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് ലുക്കിൽ തന്നെയാണ് ഇതിന്റെ സ്റ്റൈൽ വന്നേക്കണത്. കമ്പനി അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 11,05,000 രൂപയാണ്. പക്ഷെ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇപ്പൊ 9,56,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കും. ഇവിടെ ഒരു വെന്റോ കിടപ്പുണ്ട്. രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാം. ആ ഹെഡ്ലൈറ്റ് മാറ്റി തന്നെ പോളോന്റെ ഒക്കെ ടൈപ്പ്, പോളോയിൽ ഇപ്പൊ എല്ലാവരും വെക്കുന്ന ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. അത് കൂടാതെ നമുക്ക് വേറെ 2 വെന്റോസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവരുടെ ആപ്പ് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കാണാം. അപ്പൊ നമുക്ക് സിറ്റിയിലേക്ക് പോയാലോ?
അപ്പൊ ബ്രോ നമ്മുടെ സിറ്റി നമ്മുടെ താരം ഉണ്ട് ഇവിടെ സെഡാനിൽ എല്ലാരും ചോദിച്ചു വരുന്ന ഒരു എല്ലാവരും ഓടിക്കാൻ സുഖമായിട്ടുള്ള ഒരു അങ്ങനെ സിറ്റിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടോ? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ന്യൂ ഷേപ്പിന് ഭയങ്കര ഡിമാൻഡ് ആണ്. ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല രസമാണ്, നല്ല അട്രാക്റ്റീവ് സ്റ്റൈലാണ്. പിന്നെ സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ ഭയങ്കര കംഫർട്ട്, ഒരു പക്കാ പെർഫെക്റ്റ് സെഡാൻ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി വണ്ടിയാണ്. എല്ലാവർക്കും സെഡാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാദ്യം തന്നെ സിറ്റി ആയിരിക്കും. അതെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? 2021 ഹോണ്ട സിറ്റിയാണ്. 1.5 ലിറ്റർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. വണ്ടി മാനുവൽ ആണ്. വെറും 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 13,000 ഓടിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,23,000 ആണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ്. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 11,20,000 റുപ്പീസിന് 20. ഇപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടം പോലെ 7 സിറ്റി കിടപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരുവിധം ജനറേഷൻസ് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സിറ്റികൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ ഹോണ്ട സിറ്റി 5 ലക്ഷം രൂപയാണ് അതിന്റെ വരുന്നത്. 5 ലക്ഷമാണ് വരുന്നത്. അത് അവിടെ നിന്നാണ് സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. 4th ഉം 5th ജനറേഷൻ സിറ്റീസിന്റെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. ഇതും ആപ്പ് ചെക്ക്ഔട്ട് ചെയ്താൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ MG ഹെക്ടർ നമ്മുടെ കൂടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് 2021 MG ഹെക്ടർ പ്ലസ് ആണ്. സൂപ്പർ 2 ലിറ്റർ ഡീസൽ ടർബോ വേരിയന്റ് ആണ്. 7 സീറ്റർ ആണ് വണ്ടി വരുന്നത്. വണ്ടി മാനുവൽ ആണ്. വണ്ടി ആകെ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, 21,000 ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഡീസലാണ് വണ്ടി വരുന്നത്. ഇത് ഇപ്പൊ പറയുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി വണ്ടിയാണ്. പിന്നെ അലോയ്സും കാര്യങ്ങളും, നല്ലൊരു ഹെഡ്ലൈറ്റും, നല്ല ഷാർപ്പ് ഹെഡ്ലൈറ്റും, പിന്നെ സീറ്റ് എല്ലാം നല്ല അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. വേറെ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 17,48,000 ആണ്. പക്ഷെ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 16,16,000 വണ്ടി ഇവിടുന്ന് എടുക്കും. 16 ലക്ഷം. ഇപ്പൊ നല്ല ഓഫറാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അടുത്ത വണ്ടി പോയല്ലോ. അടുത്ത വണ്ടിയിലേക്ക്. അപ്പൊ ലാസ്റ്റ് ടൈം വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെഡ് കളർ XUV 300 ഉണ്ടായിരുന്നു. അത് പോയി. ഇത് പുതിയതാണ്. ഇത് എനിക്ക് തോന്നുന്നു ലിസ്റ്റ് ആയിട്ട് ആകെ 2 ദിവസം ആയിട്ടുള്ളൂ. ഇത് അതേ ഒരു കണ്ടീഷൻ തന്നെയാ, പക്ക കണ്ടീഷനാണ്. ഞാൻ പറയണെങ്കിൽ എനിക്ക് എന്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു പേൾ ഗ്രീൻ വിത്ത് ബ്ലാക്ക്. അങ്ങനെ പൊതുവെ കാണാത്തൊരു കളർ. അതെ, ഇത് പ്രത്യേകിച്ച് ഇപ്പൊ വെയിലില്ലാത്തോണ്ടാണ്, സൺസെറ്റ് ടൈം ആയി ഇവിടെ. ഇത് സൺലൈറ്റ് ഉള്ള ടൈമിൽ ഈ കളർ ഭയങ്കര ഹൈപ്പാണ്, എടുത്തിരിക്കും. ഭയങ്കര അട്രാക്റ്റീവ് കളറാണ്. പ്രത്യേകിച്ച് ഈ പേൾ ഗ്രീന്റെ കൂടെ ഈ ബ്ലാക്ക് ഇതും കൂടെ വന്നുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ്. ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ്. ടോപ്പ് വേരിയന്റ് ആണ്. അതെ. ഇത് സൺറൂഫ് ഉണ്ട്. വണ്ടി എന്ന് പറയുമ്പോൾ 2021 മോഡൽ വണ്ടിയാണ്. XUV 300 W8 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ ആണ് വരുന്നത്. AMT ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതാകെ 29 ഓടിയിട്ടുള്ളൂ. 29,000 വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 11,91,000 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ്. അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടായി ഓറ നമ്മുടെ അടുത്തുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇത് പുതിയതാണ്. ആകെ ഒരു ദിവസമായിട്ടുള്ള ലിസ്റ്റ് ആയിട്ട് പുതിയത് കയറിയതാണ്. 2020 ആണ് ഇതിന്റെ ഇയർ എന്ന് പറയുമ്പോൾ 2020 മോഡലാണ്. ഇത് SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.2 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. SX ആണ് വേരിയന്റ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. ആകെ 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഗുഡ് കണ്ടീഷൻ ആണ്. നല്ല ക്ലീൻ കാറാണ്. നല്ല, അതായത് ഹ്യുണ്ടായുടെ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം വാങ്ങാൻ പറ്റിയ ഒരു ഹാച്ച് ബാക്ക് സെഡാൻ കാറാണ്. DRലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 7,12,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിപ്പം മാനുവൽ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ലേഡീസിനൊക്കെ അത്യാവശ്യം ഒരു കംഫർട്ടായിട്ട്, മാനുവൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം ഒരു ഗുഡ് കാറാണ് ഇത് വരുന്നത്. അടുത്ത വണ്ടിയിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇവരുടെ കൊച്ചിയിലത്തെ യാർഡിലെ ഏറ്റവും വില കൂടിയ വണ്ടി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ജീപ്പിന്റെ ഇതൊരു ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ഒഴിവാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്കിൽ വന്നേക്കുന്നതാണ്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ലിമിറ്റഡ് പ്ലസ് ഡീസൽ ആണ് വരുന്ന വണ്ടി. മാനുവൽ ആണ്, ഡീസൽ വേരിയന്റ് ആണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഒരു നല്ല ഫാമിലി തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അത് നമുക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ കണ്ടീഷൻ നോക്കുമ്പോ തന്നെ. പിന്നെ പാനോറമിക് സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20,44,000 ആണ് ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ്. ഇവിടുത്തെ പ്രൈസ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട്
17,68,000 ഈ വണ്ടി എടുക്കാം. 70,68,000. നല്ല ഓഫറാണ് ഇപ്പൊ എല്ലാത്തിനും ഉള്ളത്. ഈ വണ്ടി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം, ആപ്പിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ ടെസ്റ്റ് ഡ്രൈവും ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിപ്പോ നിങ്ങൾ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഹോം ടെസ്റ്റ് ഡ്രൈവ് ഫ്രീ ആണ്. 999 ചാർജ് വരും. നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും. Car24ന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒന്ന് പറയാമോ? നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 1 മന്ത് ഇവിടെ 2010 തൊട്ടുള്ള വണ്ടികളുണ്ട്. 2010 തൊട്ടുള്ള വണ്ടികൾക്ക് നമ്മൾ 1 മന്ത് ഫ്രീ വാറന്റി കൊടുക്കുന്നത്. 1 മന്ത് ഫ്രീ വാറന്റി. ആ 1 മന്ത് ഫ്രീ വാറന്റി എന്ന് പറയുമ്പോൾ എൻജിൻ, സ്റ്റിയറിംഗ്, ഗിയർ ബോക്സ്, AC കംപ്രസർ, അങ്ങനത്തെ എല്ലാ മെയിൻ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 1 മന്ത് ഫ്രീ വാറന്റി. ആ 1 മന്ത് ഫ്രീ വാറന്റി എന്നുള്ളത് നിങ്ങൾക്ക് 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ചാർജ് വരും. അത് ഓരോ കാറിനും ഓരോ റേറ്റ് വരുന്ന ഡിപ്പെൻസ് ആണ്. പിന്നെ നമ്മുടെ മെയിൻ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 7 days റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ 500 കിലോമീറ്ററിനുള്ളിൽ. ഇപ്പൊ വണ്ടി ഇന്ന് നിങ്ങൾ ഇപ്പൊ എടുക്കുവാണെങ്കിൽ 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ റിട്ടേൺ ചെയ്താൽ എത്ര രൂപ നിങ്ങൾ ചെലവാക്കിയോ അതിൽ 1 രൂപ പോലും കുറയാതെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതായത് നിങ്ങൾക്ക് വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ ഇഷ്ടമൊക്കെ ആയില്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പല കലഹങ്ങളും സംഭവിക്കാൻ. ഇപ്പൊ നമ്മളെല്ലാം 140 ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് എല്ലാ വണ്ടികളും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഫാസ്ടാഗ്, GPS, RSA, അതുപോലെ മിക്ക സർവീസുകളും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. EMI കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ നമുക്ക് ഇവിടെ Car24 തന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബജാജ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ പുറത്തുനിന്ന് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നമ്മുടെ ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആണ്. വിത്തിൻ 1 day തന്നെ നമുക്ക് ഡെലിവറി ചെയ്തുകൊണ്ട് പോകാം. ഭയങ്കര സ്പീഡാണ് നമ്മുടെ ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ ബാക്കി എല്ലാ പ്രോസസ്സും ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം ഓക്കെ ആണ് എങ്കിൽ നമുക്ക് വിത്തിൻ 1 day അല്ലെങ്കിൽ വിത്തിൻ 1 day ഡെലിവറി എടുത്തു പോകാം. ഇപ്പൊ ഇവൻ ഇന്ന് തന്നെ പറയുവാണെങ്കിൽ കാണുന്ന 2 കാറുകളും ഇന്ന് രാവിലെ വന്ന കസ്റ്റമർ ആണ്. ആ 2 കാറും ഡെലിവറി ആണ് ഇപ്പൊ തന്നെ. അവർ ഇന്ന് രാവിലെ വന്നു, കണ്ടു, ടോക്കൺ ചെയ്തു, ഫിനാൻസ് ഓക്കെ ആയി. ഇപ്പൊ ഇന്ന് വൈകുന്നേരം തന്നെ ഡെലിവറി ചെയ്ത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. അതെന്തായാലും കൊള്ളാം. അപ്പൊ നോർമലി ടോക്കൺ ചാർജ് എത്ര വരാറ്? ടോക്കൺ ചാർജ് എന്ന് പറയുമ്പോൾ 10,000 റുപ്പീസ്. ഏത് വണ്ടിയാണെങ്കിലും 10,000 റുപ്പീസ് ആണ്. ആ ടോക്കണിന്റെ പ്രൊസീജിയർ ഞാൻ എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു, ആപ്പില് നിങ്ങൾ അത് ടോക്കൺ ചെയ്യും. ദൂരെ നിന്നൊക്കെ വരുന്നവർ ടോക്കൺ ചെയ്യുക. അതായത് ഇപ്പം കോഴിക്കോട്, മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, അങ്ങനെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ടോക്കൺ ചെയ്തിട്ട് തന്നെ വരിക. കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇൻ കേസ് ആ വണ്ടി ആരെങ്കിലും ടോക്കൺ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഡെലിവറി പോവുകയോ ചെയ്താൽ ഇപ്പം ഡിസപ്പോയിന്റ്മെന്റ് ആവും, വന്നത് വേസ്റ്റ് ആവും. നമുക്ക് അങ്ങനെ കുറെ കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവർ വിളിച്ച് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് ടോക്കൺ ചെയ്തിട്ടൊക്കെ വരികയാണായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങളിപ്പോ ഈ ഒരു വണ്ടി ടോക്കൺ ചെയ്താൽ ഈ വണ്ടി 5 ദിവസത്തേക്ക് ആ കസ്റ്റമറിന്റെ ബെല്ലായിരിക്കും, ലോക്ക്ഡ് ആയിരിക്കും. വേറെ ആർക്കും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു വേണം എന്നാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ വിത്തിൻ 24 hours ഫുൾ എമൗണ്ട് റീഫണ്ട് ആവും. ഇനിയിപ്പോ നിങ്ങൾ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ പോലും 5 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി അക്കൗണ്ടിലേക്ക് തിരിച്ചു വീണോളൂ. അപ്പോൾ നമ്മളൊരു വണ്ടി വിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ഇപ്പൊ നേരിട്ട് വന്ന് കോൺടാക്ട് ചെയ്യണോ, വിളിക്കണോ? ഇപ്പൊ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുവാണെങ്കിൽ, നമ്മുടെ Car24 നമ്പറിലേക്ക് വിളിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇൻസ്പെക്ഷൻ ടീം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വണ്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക, എന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യാനാണെന്ന് പറയാം. ഇപ്പം ഹോം ഇൻസ്പെക്ഷൻ അവൈലബിൾ ആണ്, യാർഡ് ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇപ്പൊ ഹോം ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ഷന്റെ ആള് നിങ്ങളുടെ വീട്ടിലേക്ക് വരും, എന്നിട്ട് വണ്ടി ഫുൾ ഇൻസ്പെക്ഷൻ ചെയ്യും. ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ടൈം അറൌണ്ട് ലൈക്ക് ഒരു 45 മിനിറ്റ്സോളം എടുക്കും. അതായത് ഒരു വണ്ടിയുടെ 360 ഡിഗ്രി അവർ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യണത് കൊണ്ട് ആ കസ്റ്റമറിന് തന്നെ അതൊരു ബെനിഫിറ്റ് ആവത്തുള്ളൂ. കാരണം ആ വണ്ടിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഓണർ തന്നെ അറിയാത്ത ഇഷ്യൂസ് ആ ഒരു ഇൻസ്പെക്ഷനിലൂടെ ആൾക്ക് അറിയാൻ പറ്റും. അപ്പം അതിന് നമുക്ക് ചാർജ് ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് വരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഒരു 2 to 3 hours നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെ ഒരാൾ നിങ്ങളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ട് വണ്ടിയുടെ പ്രൈസ് പറയും. അവരാണ് പ്രൈസ്, നമ്മളല്ല പറയുന്നത്. എത്ര ലോങ് ആണെങ്കിലും നിങ്ങൾ ടീം വരുമോ അതോ അങ്ങനെ? അതെ, നമുക്ക് ഈ ഓൾ കേരള നമുക്കൊരു സർക്കിൾ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് വിടും. നമുക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അതെ, അപ്പൊ അവര് നിങ്ങളെ വിളിച്ചിട്ട് ടൈമും ലൊക്കേഷനും എല്ലാം ചോദിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ. ഇപ്പൊ ഇവിടെ വന്നാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. വണ്ടി ഇവിടെ കൊണ്ടുവന്നാലും നമ്മൾ ഡയറക്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും.
ഒരു 45 മിനിറ്റ്സ് എടുക്കും. ആൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വിത്തിൻ 1 to 2 hours റേറ്റ് അറിയുന്നതാണ്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ഇപ്പൊ വിറ്റിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ചും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്യാം. നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. അപ്പൊ ഓരോ കാറിനും അതനുസരിച്ചായ നമുക്ക് ഒരു എക്സ്ചേഞ്ച് ബോണസ് പോലെ കൊടുക്കാം. ഇത്ര 10,000 to 20,000 rupees ബോണസ് അങ്ങനെയും കൂടെ ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. കംപ്ലീറ്റ്ലി എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആപ്പ് ആണെങ്കിൽ പോലും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അതായത് ഇപ്പൊ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ, നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഓർഡർ ചെയ്യണ പോലെ ആ ഒരു അത്ര യൂസർ ഫ്രണ്ട്ലി ആണ്. ഫിൽറ്റർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. ഞാനും ചെക്കൗട്ട് ചെയ്ത് നോക്കിയായിരുന്നു നിങ്ങളുടെ ആപ്പ്. ഫിൽറ്റർ ചെയ്യാൻ എളുപ്പമാണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഇയർ വൈസ് ആണെങ്കിലും ഓണർഷിപ്പ്, ഫ്യൂവൽ, ട്രാൻസ്മിഷൻ അങ്ങനെ എല്ലാം വെച്ച് ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സ്ക്രാച്ച് വണ്ടിയിൽ എവിടെയും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ചെറിയൊരു ഡെന്റ് ആണെങ്കിൽ സ്ക്രാച്ച്, ഡെന്റ്, പിന്നെ അതുപോലെ തന്നെ സീറ്റ് എവിടെയും കയറിയിട്ടുണ്ടെങ്കിൽ, പിന്നെ പെയിന്റ് എവിടെയും ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ റീപെയിന്റ്, അതുപോലെ തന്നെ എഞ്ചിന്റെ സൗണ്ട് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. എഞ്ചിന്റെ സൗണ്ട്, റീപെയിന്റ് ഉണ്ടോ, പിന്നെ ടയറിന്റെ ലൈഫ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ആപ്പിലുണ്ട്. സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഒരു 85% നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ വണ്ടിയുടെ സിറ്റുവേഷൻ അറിയാൻ പറ്റും. പിന്നെ ഒരു ലാസ്റ്റ് 15% കൺഫർമേഷന് മാത്രം യാർഡിൽ വരേണ്ട കാര്യമുള്ളൂ. അങ്ങനെ. അപ്പോൾ ഗൈസ്, അതൊക്കെയായിരുന്നു Cars24ന്റെ വണ്ടികളുടെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വണ്ടികളെ കുറിച്ച് അറിയാൻ ഇവരുടെ ആപ്പ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. താഴെ ഞാൻ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയാം. സ്ഥലം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അടുത്താണ് വരുന്നത്, ഇവരുടെ കൊച്ചിയിലെ യാർഡ് വരുന്നത്. അപ്പോൾ നേരിട്ട് വന്നിട്ട് വണ്ടികൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരുപാടധികം കാസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ആപ്പ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികളെല്ലാം അതിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. ആ വണ്ടികളുടെ ഫോട്ടോസും അതിൽ ചെറിയ ഇംപെർഫെക്ഷൻസ്, അതായത് സ്ക്രാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എടുക്കാം. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ബ്രാൻഡിനെയാണ് Cars24. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ ബൈ.